കഴിഞ്ഞ ദിവസം ബീഹാറിലും മഹാരാഷ്ട്രയിലും ഉപതിരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിൽ ബീഹാറിൽ ബങ്കിപ്പൂരിലായിരുന്നു, മഹാരാഷ്ട്രയിൽ ദാത്തിയയിലും. ബീഹാറിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ബീഹാറിൽ പുതിയ ജാൻ സൂരജ് പാർട്ടി എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടി 2024 രൂപീകരിച്ച പുതിയ പാർട്ടി BJP യെ തോൽപ്പിച്ച് മുന്നേറി വിജയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംഭവിച്ചിരിക്കുന്നത്. അവിടെ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഭരണത്തിൽ വന്നിരിക്കുന്നത്. ഇന്നോ ഇന്നലെ നടന്നൊരു BJP സമ്മേളനത്തിൽ അവർ പറഞ്ഞു CJP സമരവും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് തങ്ങൾക്ക് ഇവിടെ തോൽവിക്ക് കാരണമായത് എന്ന്. സത്യത്തിൽ അപ്പോൾ അവരിത് മനസ്സിലാക്കി. ഇനി എന്തായിരിക്കും ഇതിനു വേണ്ടി അവരൊരു പരിഹാരം ഉണ്ടാവുക? ഇപ്പോൾ BJPയുടെ ഒരു യോഗത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ദാത്തിയ എന്ന് പറയുന്ന മണ്ഡലം അത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. മിശ്ര എന്ന് പറയുന്ന പേര്. ഇപ്പോൾ മധ്യപ്രദേശിലെ ദാത്തിയയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത് മിശ്രയായിരുന്നു. പക്ഷേ അദ്ദേഹം കോൺഗ്രസിനോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ ആ സ്ഥാനാർത്ഥിയുടെ ജയം അസാധുവാക്കുന്നതിനെ തുടർന്നാണ് പരാജയം ഉപതെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായത്. മറ്റിടത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ് ഈ ബീഹാറിലെ ബങ്കിപ്പൂരിൽ നിതിൻ നബിൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ BJPയുടെ ദേശീയ പ്രസിഡന്റിന്റെ മണ്ഡലം കൂടെയാണ്. ആളായിരുന്നു വർഷങ്ങളായി. ഒരു BJPയുടെ ഒരു ഇരുക്കുകോട്ടയാണ് ഈ പറയുന്ന ബങ്കിപ്പൂർ. വർഷങ്ങളായി നിതിൻ നബിനും അതിനു മുമ്പ് നിതിൻ നബിൻ്റെ പിതാവുമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം നിതിൻ നബിൻ ഈ പറയുന്ന MLA ആയതിനു ശേഷം ആള് BJPയുടെ അധ്യക്ഷനായതിനു ശേഷമാണ് പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനം ഒഴിഞ്ഞ് MLA സ്ഥാനം ഒഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടിടത്തും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ പരാജയം BJPക്ക് നേരിട്ടുള്ളത് ഈ പറയുന്ന ബങ്കിപ്പൂരിലാണ്. കാരണം നിതിൻ നബിൻ പറയുന്നത് ദേശീയ പ്രസിഡന്റാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ദേശീയ പ്രസിഡന്റിന്റെ സ്വന്തം മണ്ഡലത്തിൽ ആള് അധ്യക്ഷനായിരുന്ന സ്വന്തം മണ്ഡലത്തിൽ ഒരു പരാജയം നേരിടുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം കടുത്ത തിരിച്ചടി തന്നെയാണ്. പറയുന്ന നിതിൻ നബിൻ 52,000 അത്രയും വോട്ടിനൊക്കെയാണ് ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. 19,000 20,000 അടുത്ത് വോട്ടിന് പരാജയപ്പെടുന്നത്. ആ ഭൂരിപക്ഷത്തിലാണ് ഈ പറയുന്ന ജൻ സൂരജ് പാർട്ടിയുടെ പ്രശാന്ത് അവിടെ വിജയിക്കുന്നത്. അപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത്, ജൻ സൂരജ് പാർട്ടി രൂപീകരിക്കുന്നത് തന്നെ ഈ ബീഹാറിലെ അഴിമതിയും അതുപോലെ വികസനം കൊണ്ടുവരിക, അഴിമതിയെ തടഞ്ഞ് വികസനം കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടൊക്കെ തന്നെയാണ്. അപ്പം വലിയ പ്രതീക്ഷയോടെ ആളുകൾ നോക്കിക്കണ്ടത് കൊണ്ടായിരിക്കാം വളരെ ചുരുക്കം സമയത്താണെങ്കിൽ പോലും പ്രശാന്തിന് ജൻ സൂരജ് പാർട്ടിക്ക് അവിടെ ഒരു സീറ്റ് നേടാനായിട്ടുള്ളത്. അപ്പോൾ അത് വലിയൊരു ജൻ സൂരജ് പാർട്ടിയെ സംബന്ധിച്ചൊരു അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. എന്നാൽ കടുത്ത തിരിച്ചടിയാണ് BJP അവിടെ നേരിട്ടിട്ടുള്ളത്. മറിച്ച് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ ദാത്തിയിലെ സ്ഥിതി എന്താ? അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. മിശ്ര കോൺഗ്രസിനോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആളുടെ പരാജയം അവിടെ അംഗീകരിച്ച് കഴിഞ്ഞതാണ്. അതിനൊക്കെ ശേഷമാണ് ഈ കോൺഗ്രസിൻ്റെ ജയിച്ചു വന്ന MLAയുടെ ഇത് തന്നെ അസാധുവാക്കുന്നതും തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതും. ആ സമയത്തും ഈ പറയുന്ന മിശ്രയെ ഈ സ്ഥാനാർത്ഥിയാക്കും എന്നൊക്കെയാണ് ആള് വിചാരിച്ചിരുന്നത്. പക്ഷേ മിശ്രയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ല. പകരം വേറൊരു വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതും തിരിച്ചടിയായി എന്നാണ് BJPയുടെ വിലയിരുത്തൽ. അപ്പോൾ മിശ്ര വേറെ കളി കളിച്ചിട്ടുണ്ടാകും, തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകും എന്നാണ് അവർ വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മിശ്രയ്ക്കിപ്പോൾ ദാത്തിയയിൽ ഇപ്പോൾ പരാജയം നേരിട്ടുള്ളത്. അപ്പോൾ ഒരു നിസാരൊരു പരാജയമായിട്ടും രണ്ടിനെ നമുക്ക് കണക്കാക്കാനായി സാധിക്കില്ല. രണ്ടിടത്തും ആഭ്യന്തര പ്രശ്നങ്ങൾ BJPയിൽ തന്നെ ഉണ്ട് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ദാത്തിയയിലെ ഈ പരാജയത്തിന് ശേഷം മഹാരാഷ്ട്ര ദാത്തിയയിലെ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട്. മഹാരാഷ്ട്ര സംസ്ഥാന കമ്മിറ്റി തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ദാത്തിയ കമ്മിറ്റിന് വേണ്ട, പുതിയ പുനഃസംഘടനയൊക്കെ അവിടെ വരുമായിരിക്കും. എന്താണെങ്കിലും വലിയൊരു തിരിച്ചടിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. എനിക്ക് ഏറ്റവും അതിശയം വന്നത് ബീഹാറിലെ ശരിക്കും ആ ബങ്കിപ്പൂരിൽ സംഭവിച്ചതാണ്. കാരണം ബീഹാർ എന്നൊക്കെ പറയുമ്പോൾ BJPയുടെ ഒരു സ്ഥലം, BJP കയ്യേറിയ ഒരു സ്ഥലം. അവിടെ നമുക്കറിയാം കുറേ വാർത്തകളൊക്കെ വരുന്നത് BJP സപ്പോർട്ടേഴ്സ്, അവിടെ ഹിന്ദുത്വവാദികൾ ഒരുപാടാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു നിസ്സാരം ഇപ്പോൾ 2024 വന്നൊരു പാർട്ടി വന്നു, അദ്ദേഹത്തെ എനിക്കൊന്ന് ആ ഒരു പാർട്ടി മാത്രമല്ല CJP നല്ല പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അവിടെയും പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു CJPയുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് ഈ തോൽവി.
ചെറിയൊരു യുവത്വങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കും, വലിയ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു CJP പ്രൊട്ടസ്റ്റ് ഇലക്ഷന് മുമ്പായിരുന്നു നടന്നിരുന്നെങ്കിൽ BJPക്ക് നല്ലപോലെ വെള്ളം കുടിക്കേണ്ടി വന്നേനെ എല്ലായിടത്തും. നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് കേരളത്തിൽ 3 സീറ്റ് ഇപ്പോൾ BJP നേടിയിരുന്നു. നമ്മൾ വിചാരിച്ചു കുറച്ച് വർഷം കഴിയുമ്പോൾ കേരളത്തിലും BJP വരും, BJP ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം BJP കയ്യേറും എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ പോയി CJP പോലുള്ള അല്ലെങ്കിൽ ജാൻ സൂരജ് പാർട്ടി പോലുള്ള ഒരു സ്വതന്ത്ര പാർട്ടി മുന്നോട്ട് വന്ന് ജനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയാൽ ചിലപ്പോൾ ഈ BJP മാത്രമല്ല ഒരു പാർട്ടിയും ചിലപ്പോൾ ഇല്ലാതായേക്കാം. അവർ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയെ അല്ലെങ്കിൽ അത് ചിന്തിക്കാനുള്ളൊരു ശേഷി വന്നു തുടങ്ങി ജനങ്ങൾക്ക്. നമുക്കറിയാം പാർട്ടിയാണ് എല്ലാവർക്കും മെയിൻ. ഇപ്പം നമ്മളാണെങ്കിലും പാർട്ടി നോക്കിയായിരിക്കും മിക്കപ്പോഴും ഇലക്ഷന് ഇത് കൊടുക്കുന്നത്. ചിലപ്പോൾ ഇനി നാളെ ആളുകളെ നോക്കി, പാർട്ടി നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിഞ്ഞവരെ നോക്കി വോട്ട് ചെയ്താൽ എല്ലാ പാർട്ടിക്കും ഒരു അധപ്പതനം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ ഈ രണ്ടിടത്തെയും ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ടിടത്തെയും പരാജയ കാരണം BJP ഇത് മാത്രമല്ല വിലയിരുത്തുന്നത്, അയോധ്യ രാമക്ഷേത്ര കൊള്ള കൂടെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് അയോധ്യ എന്നൊക്കെ പറയുമ്പോൾ രാമന്റെ ക്ഷേത്രം രാമക്ഷേത്രമായിട്ടാണ്. അപ്പം അവിടെ നടന്ന ഓർക്കുക എങ്ങനെ ഇരുന്ന ഭൂമിയാണ് അയോധ്യ രാമക്ഷേത്രമായി മാറിയത്. കുറെ വിവാദങ്ങളുള്ളൊരു നാട്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലാണ്, ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ രാമക്ഷേത്രത്തിലേക്ക് സംഭാവന എന്നൊക്കെ പറയുന്നു, അതുപോലെ അവിടുത്തെ ഭസ്മമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീടുകളിലും BJP പ്രവർത്തകരൊക്കെ കയറിയിരുന്നു. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ വലിയൊരു കൊള്ള നടന്നിരിക്കുന്നത്. BJP പ്രവർത്തകർ തന്നെയാണ് ചെയ്യുന്നത്. ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ അതും കൂടെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ BJP കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതും അയോധ്യ രാമക്ഷേത്ര കൊള്ളയും അതുപോലെ നീറ്റ് ക്രമക്കേടും ആയി ബുദ്ധിമുട്ടിലാക്കി എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നിതീഷ് കുമാർ ആയിരുന്നു ബീഹാറിൽ മുഖ്യമന്ത്രിയായിരുന്നത്. ഇപ്പോഴാണ് ആള് മാറിയത്. ആ സമയത്തും 4 മാസമൊക്കെ ആയിട്ടുള്ളൂ തിരഞ്ഞെടുപ്പ്, മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടും. ഈ സമയത്തുള്ള ആ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എങ്ങനെയാണെന്നും കൂടെ അവരെ വിലയിരുത്തുന്നതിനുള്ളൊരു സ്പേസ് കൂടെ ആയിട്ടുണ്ട് എന്തായാലും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ മൊത്തത്തിലുള്ള ഭരണം ചിലപ്പോൾ BJPക്ക് അനുകൂലമല്ലാത്തൊരു സ്ഥിതി കൂടെ ബീഹാറിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഈ ഒരു പരാജയത്തിൻ്റെ ഒരു കാരണവും കൂടെ. അടുത്ത ദിവസങ്ങളിൽ ഇനി എന്തൊക്കെയാണ് BJPയെ സംബന്ധിച്ച് നമ്മൾ കേൾക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാരണം BJP എന്നുള്ളൊരു പാർട്ടി ഇപ്പോൾ പറയുന്നത് പോലെ അഴിമതിരഹിത പാർട്ടിയാണ് എന്നും അതുപോലെ ഹിന്ദുത്വവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണെന്നൊക്കെ നമുക്കറിയാം. അഴിമതിരഹിത പാർട്ടി എന്ന് പറയുമ്പോഴും അവരാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമ്മുടെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പറയുന്ന കേരളത്തിലെ തന്നെ അവർ നടത്തിയിട്ടുള്ള അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് അവർ കൈയിട്ട് വരിട്ടുള്ള സ്ഥിതിയൊക്കെ നമുക്കറിയാം. അപ്പം ഇങ്ങനെ ഒരു പാർട്ടിക്ക് ബീഹാർ പോലുള്ള സ്ഥലത്ത് അവരുടെ ഉരുക്കുകോട്ടയിൽ കനത്ത തിരിച്ചടി നേടിയിട്ടുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. ആ സൂചന BJP ഇനി പഠിക്കുക തന്നെ ചെയ്യണം.